ആകാശ് തില്ലങ്കേരിക്കെതിരായി ഹൈക്കോടതി നടപടി വരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച ആകാശ് തില്ലങ്കേരി പനമരം പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലെ വയനാട്ടിൽ ഒരു ചുമന്ന ജീപ്പിൽ മറ്റൊരു സുഹൃത്തും പിന്നിലൊരു സുഹൃത്തും ഇരുന്ന് സഞ്ചരിക്കുന്ന ദൃശ്യം സോഷ്യൽ മീഡിയയിൽ വന്നു. സോഷ്യൽ മീഡിയ ഈ ഒരു റീൽസ് ഇട്ടത് ആകാശ് തില്ലങ്കേരി തന്നെയാണ്. യൂത്ത് കോൺഗ്രസ് നേതാവ് കണ്ണൂരിലെ ആ നേതാവിനെ കൊന്നതിലെ ഒന്നാം പ്രതിയാണ് ആകാശ് തില്ലങ്കേരി. അതിൽ ജാമ്യത്തിൽ നിൽക്കുന്ന വ്യക്തിയാണ്. യൂത്ത് കോൺഗ്രസ്സുകാരൻ ഷുഹൈബിനെയും കൊന്നത് കേരളത്തിൽ വളരെയധികം ചർച്ചാ വിഷയമായത്. ഈ കേസിലേക്ക് ആകാശ് തില്ലങ്കേരിയുടെ സഹോദരൻ ജിജോ തില്ലങ്കേരിയും പ്രതിയാണ്. കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ച ഒരു കൊലപാതകമായിരുന്നു അത്. രാഷ്ട്രീയപരമായിട്ട് തന്നെ കൊന്നതാണത്. ഈ സംഭവത്തിന് ശേഷം ജാമ്യം ലഭിച്ച് ജാമ്യത്തിൽ നിൽക്കുന്നതാണ്. പല ക്രിമിനൽ കേസിലും പ്രതിയാണ് ആകാശ് തില്ലങ്കേരി. ഇപ്പോൾ ഈ ചുമന്ന ഒരു ജീപ്പിൽ അദ്ദേഹവും 2-3 പേരും സഞ്ചരിച്ചപ്പോൾ അവരാരും ഹെൽമെറ്റ് ധരിച്ചിരുന്നില്ല. ആ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ അത്ര ക്ലിയർ അല്ല. രജിസ്ട്രേഷൻ ഉണ്ടോ ഇല്ലയോ എന്നും സംശയമാണ്. ഇതിന് ഇൻഷുറൻസ് ഉണ്ടോ എന്നും സംശയമാണ്. മലപ്പുറം മുറയൂരുള്ള ഒരാളുടെ ജീപ്പാണിത്. ഇത് പോലീസും മോട്ടോർ വെഹിക്കിൾ 2 പ്രാവശ്യം ഈ വാഹനം നേരത്തെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്, പെനാൽറ്റി അടച്ചിട്ടുമുണ്ട്. പക്ഷേ നിർബാധം ആ ഒഫൻസ് അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾസ് ഒഫൻസ് തെറ്റിച്ചുകൊണ്ട് യാത്ര തുടരുകയാണ്. 2-4 പ്രാവശ്യമായി ആ വാഹനത്തിൻ്റെ ഉടമസ്ഥനെ ശിക്ഷിക്കേണ്ടി വന്നത്. ഇനി മോട്ടോർ വാഹന വകുപ്പ് ആ വാഹനത്തിൻ്റെ RC ക്യാൻസൽ ചെയ്യാനുള്ള നടപടിയിലേക്ക് പോകുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുള്ള നടപടികൾ എടുത്തു കഴിഞ്ഞു. ഇപ്പോൾ ഈ ഒരു യാത്രയിലെ അയാൾ സാധാരണ മനുഷ്യരെല്ലാവരും ചെയ്യുന്ന പോലെ മുൻവശത്തിരിക്കുന്ന ഒരു ഡ്രൈവറും സഹയാത്രികരനും അവർ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല. അങ്ങനെ നിരവധി ഇൻഷുറൻസ് ഇല്ല, രജിസ്ട്രേഷൻ വാഹനത്തിനില്ല. ഇങ്ങനെ ചില ഒഫൻസുകൾ കണ്ടു. ഏകദേശം ഈ ഒരു റീൽസ് ഇട്ട് വ്യൂവേഴ്സിനെ കൂട്ടുകയാണ്. അതുതന്നെയല്ല, ഇതിനു മുമ്പ് ഇയാൾക്കെതിരായിട്ട് കാപ്പ ചുമത്തിയിരുന്നു. കാപ്പ ചുമത്തിയതിനെതിരായിട്ട് ഹൈക്കോടതിയിൽ പോയിരുന്നു. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ആദ്യം തള്ളിക്കളയുകയും ചെയ്തു. സോഷ്യൽ ഓർഡറിനെതിരായിട്ട് നടക്കുന്ന ഇതുപോലെയുള്ള ക്രിമിനൽസിന് കാപ്പ ചുമത്തി കൊണ്ടുവരുമ്പം ജാമ്യം കൊടുക്കാൻ കഴിയില്ല എന്ന് ഹൈക്കോടതി അന്ന് ആ കാര്യം പറഞ്ഞു. ഇപ്പോഴേ ഹൈക്കോടതി ശ്രദ്ധയിൽ ഈ ഒരു സംഭവം വന്നിരിക്കുകയാണ്. കാരണം ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളിലും പോലീസും അതുപോലെ മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റും നടപടി എടുക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ വരുന്നു എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. എത്ര ശ്ലാഘിച്ചാലും ശരി, നമുക്ക് ഹൈക്കോടതി നടപടിയെ നമുക്ക് എത്ര ശ്ലാഘിച്ചാലും ശരി നമുക്കത് മതിയാവില്ല എന്ന് തോന്നുന്നു. കാരണം മോട്ടോർ വാഹന വകുപ്പും അതുപോലെ തന്നെ പോലീസും രാഷ്ട്രീയപരമായി അല്പം ചായ്വ് അങ്ങോട്ട് കാണിച്ച പോലെ തോന്നിയിട്ടുണ്ട് നമുക്കെല്ലാവർക്കും. അതുകൊണ്ടാണ് ഹൈക്കോടതി ഈ ഒരു നടപടിയിലേക്ക് വന്നത്. ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രനും ജസ്റ്റിസ് ഹരിശങ്കർ മേനോനുമാണ് എന്ന ഡിവിഷൻ ബെഞ്ചാണ് ഈ നടപടിയിലേക്ക് കടന്നത്. അതുകൊണ്ട് ഹൈക്കോടതി ഇടപെട്ടതോടുകൂടി RC ബുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള നടപടിയുമായിട്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് മുന്നോട്ട് പോയി കഴിഞ്ഞു. അതുപോലെ ഹൈക്കോടതി കുറേ കാര്യങ്ങൾ ഇതിനകത്ത് നിരീക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ വടകരയിലെ സീബ്ര ലൈനിൽ കൂടെ സ്കൂൾ കുട്ടികൾ കടന്നു പോയപ്പം അവരുടെ ദേഹത്ത് ബസ് ഇടിച്ചു. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? സീബ്ര ലൈന് എല്ലാ ഡ്രൈവർമാരും പ്രാഥമികമായിട്ട് മനസ്സിലാക്കേണ്ടത്, അവിടെ വരുമ്പം ആളില്ലെങ്കിൽ സ്ലോ ചെയ്ത് പോകാം, വാഹനം അവിടെ നിർത്തിയിട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ. അതിന് വിരുദ്ധമായി കുട്ടികൾ ക്രോസ് ചെയ്യുന്ന ആ സ്ഥലത്ത് എങ്ങനെയാണ് കുട്ടികളുടെ ദേഹത്ത് വാഹനം ഇടിക്കുന്നത്? തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർക്ക് വാഹനം ഓടിക്കാനുള്ള ലൈസൻസ് കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ ജാമ്യത്തിൽ നിൽക്കുന്ന തില്ലങ്കേരി ഇപ്പോൾ അയാൾ കാപ്പ ചുമത്തിയപ്പോൾ അതിനെതിരായിട്ട് പോയ വ്യക്തി അതിനുശേഷം ജയിലിൽ നിന്ന് വന്ന ശേഷമാണ് ഇതുപോലെയുള്ള വയലൻസ്, ഇതുപോലെയുള്ള യാത്രകൾ, ഇതുപോലെയുള്ള മോട്ടോർ വാഹന വകുപ്പിൻ്റെ വകുപ്പുകൾ ഭേദിച്ചുകൊണ്ടുള്ള നടപടികളുമായിട്ട് യഥേഷ്ടം മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും
ഒരു ബെയിലിൽ നിൽക്കുന്ന ഒരാൾ മറ്റൊരു കേസിൽ ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പെറ്റി കേസായാലും ശരി ജാമ്യം ക്യാൻസൽ ചെയ്യും. ഹൈക്കോടതി ജാമ്യം ക്യാൻസൽ ചെയ്യാനുള്ള ഒരു നടപടിയിലേക്ക് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇങ്ങനെയുള്ള ക്രിമിനലുകളെ ഒതുക്കേണ്ട ചുമതല പോലീസിനാണ്. അത് പോലീസ് അവിടെ പരാജയപ്പെടുമ്പോൾ അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പ് ഇതുപോലെയുള്ള വയലേഷൻ നടത്തുന്നതിനകത്ത് നടപടിയെടുക്കാതെ വരുമ്പോൾ ഹൈക്കോടതി ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കിക്കോണം, നടപടിയെടുക്കും. ഇങ്ങനെയുള്ള പല വീഴ്ചകളും മേലുദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നുണ്ടായാൽ തീർച്ചയായിട്ടും ഹൈക്കോടതിയിൽ നിന്ന് ഇതുപോലെയുള്ള നടപടികളുണ്ടാവും. നേരത്തെ കേരള ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് അനുസരിച്ച് ഇവരെ തില്ലങ്കേരിയെയും നടപടി കാപ്പ ചുമത്തി വന്നപ്പം അന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അത് ആ ജാമ്യം കൊടുക്കാൻ തയ്യാറായില്ല, അത് ക്യാൻസൽ ചെയ്യാൻ തയ്യാറായി. അന്ന് ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖും ജസ്റ്റിസ് സോഫി തോമസുമാണ് ആ കാപ്പ ചുമത്തിയ ആൾക്ക് ഒരു ജാമ്യം കൊടുക്കാതെയും ആ കാപ്പത്തയുടെ പീരീഡ് മുഴുവൻ അയാൾ ജയിലിൽ കഴിയേണ്ട ആവശ്യമുണ്ട് എന്ന് നിരീക്ഷിച്ചത്. ഇപ്പോൾ തന്നെ ഡിവിഷൻ ബെഞ്ച് വീണ്ടും ഈ നടപടിയിലേക്ക് വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ റോഡിൽ കൂടെ കാറുകൾ പലരും അല്ലെങ്കിൽ ഓടിക്കുന്നവർ പലരും ഫുട്പാത്തിൽ കാർ പാർക്ക് ചെയ്യുന്നത് കണ്ട് ഹൈക്കോടതി ശ്രദ്ധ വന്നിട്ടുണ്ട്. അത് പലരും അതിനെതിരായിട്ട് നടപടിയെടുക്കുന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള നടപടിയിലേക്കും ഹൈക്കോടതിയെ സ്വമേധയാ കേസെടുക്കുമെന്ന് ഇന്ന് വാൺ ചെയ്തിട്ടുണ്ട്. പല കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്നത് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ വരുന്നുണ്ട്. ആൾക്കാർ വിചാരിക്കും അതൊന്നും ആരും കാണുന്നില്ല, കേൾക്കുന്നില്ല. പോലീസിനെ ചിലപ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ സാധനം കൊണ്ട് നടപടി എടുക്കാതിരിക്കാനും റോലം ചെയ്യാനൊക്കെ സാധിച്ചെന്ന് വരും. പക്ഷേ ഹൈക്കോടതി അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നടപടി ഉറപ്പാണെന്ന് ഇപ്പം തന്നെ ക്ലിയറായി. അത് പൊതുജനങ്ങൾ മനസ്സിലാക്കിക്കണം. ഇതുപോലുള്ള തെറ്റുകുറ്റങ്ങളിൽ നിന്ന് സ്വയം പിന്മാറിപ്പോകുന്നതാണ് നല്ലത്. എന്തായാലും 3 പ്രാവശ്യം വയലേഷൻ നടത്തിയ ഈ വാഹനത്തിൻ്റെ RC രജിസ്ട്രേഷൻ തീർച്ചയായിട്ടും ക്യാൻസൽ ചെയ്യും. തില്ലങ്കേരിക്ക് സുഹൃത്തുക്കൾക്കും അവർക്കും ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ അതും ക്യാൻസൽ ചെയ്യും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജാമ്യം ക്യാൻസൽ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഒഫൻസ് ഓരോന്നോരോന്നും ചെയ്ത് കൂട്ടുകയാണ്. അത് നിയമത്തിനെയോ അല്ലെങ്കിൽ നിയമവ്യവസ്ഥയ്ക്കോ എതിരായി നീങ്ങുന്ന ഇത്തരം പ്രവൃത്തിയുള്ള ക്രിമിനൽസിനെ തീർച്ചയായിട്ടും പോലീസ് നടപടി എടുത്തില്ലെങ്കിൽ ഹൈക്കോടതിയുടെ നടപടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.